ഉംറൻ്റെ തവാഫിൻ്റെ സമയത്ത് മസ്ജിദുൽ ഹറമിലെ മത്താഫ് ക്ലീൻ ചെയ്യണ സംഭവം ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കണേ. എന്ത് സ്പീഡിലാണ് അവർ ചെയ്യണമെന്ന് നോക്കി. അത്രക്കും വെൽ ട്രെയിൻഡ് സ്റ്റാഫുകളാട്ടോ ഈ ക്ലീനിങ് പ്രോസസ്സ് നടത്തുന്നുണ്ട്. കുറച്ച് കാലം മുമ്പാണ് കേട്ടോ ഒതുക്കെങ്കിൽ എയർലൈൻ ട്രാവൽസിൻ്റെ ഗ്രൂപ്പിൽ ഞങ്ങൾ ഉംറക്ക് പോയത്. ഉംറ ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്നും അതുപോലെ എന്തൊക്കെ നമ്മൾ കരുതേണ്ടതെന്നാണ് കേട്ടോ ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത്. ആദ്യം നമ്മൾ ഉംറയ്ക്ക് വേണ്ടി ഇഹ്റാം ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഏത് ഭാഗത്തു നിന്നാണ് നമ്മൾ വരുന്നത് അതിനനുസരിച്ചൊരു മീക്കാത്ത് ഉണ്ടാവും. അവിടെ പോയി നമ്മൾക്ക് ഉംറേൻ്റെ നെയ്യത്തോടു കൂടി ഇഹ്റാമിൽ പ്രവേശിക്കാം. ഉംറയ്ക്ക് മെയിനായിട്ട് 2 കർമ്മങ്ങളാണ്. ഒന്ന് തവാഫും പിന്നെ സഹിയും. ഈ പോയിന്റ് ഉണ്ടല്ലോ, എല്ലാവരും കൈ ഉയർത്തിയ ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ എന്ന് പറയുന്നു. ഈ പോയിന്റിൽ നിന്നാണ് നമ്മൾ തവാഫ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. തവാഫ് പറഞ്ഞാൽ 7 പ്രാവശ്യം വിശുദ്ധ കഅബ ഷെരീഫിനെ ചുറ്റുന്നതിനാണ് തവാഫ് എന്ന് പറയുന്നത്. അങ്ങനെ റിട്ടേൺ 7ാമത്തെ പ്രാവശ്യം ഈ പോയിന്റിൽ എൻഡ് ചെയ്യുമ്പോഴാണ് തവാഫ് പൂർത്തീകരിക്കുന്നത്. കഅബൻ്റെ ഈ കോർണറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെയാണ് ഹജറുൽ അസ്വദ് സ്ഥിതി ചെയ്യേണ്ടത്. ഇതുണ്ടല്ലേ വെള്ളിക്കെട്ടിൽ പൊതിഞ്ഞൊരു ബ്ലാക്ക് സ്റ്റോണ്, അതാണ് ഹജറുൽ അസ്വദ് കേട്ടോ. തവാഫ് ചെയ്യുമ്പോൾ പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാ വെച്ചാൽ നമ്മളെ റൈറ്റ് ഷോൾഡർ എപ്പോഴും വിസിബിൾ ആയിരിക്കണം. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ റൗണ്ട് ചുറ്റുമ്പോൾ കറക്റ്റ് കഅബക്ക് പാരലായിട്ട് തന്നെ ചുറ്റണം. തിരിഞ്ഞു നോക്കാനൊന്നും പാടില്ല. അങ്ങനെയൊക്കെ ചെയ്താൽ നമ്മളെ തവാഫ് ബാത്തിലാവും. തവാഫ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അടുത്ത് ചെയ്യേണ്ട കർമ്മമാണ് സഹി കേട്ടോ. ഇതാണ് കേട്ടോ സഹി. സഹി എന്ന് പറഞ്ഞാൽ സഫ മർവ എന്ന 2 പർവ്വതങ്ങളുടെ ഇടയിൽ 7 പ്രാവശ്യം നടക്കുന്നതിനാണ് സഹി എന്ന് പറയാം. പർവ്വതം നമുക്ക് അങ്ങനെ കാര്യമായിട്ട് കാണൂല കേട്ടോ. അത് ഫുള്ള് ഒരു പള്ളിൻ്റെ ഉള്ളിൽ നടക്കണ പോലെ തന്നെയാണ്. ഫുള്ള് എയർ കണ്ടീഷനാണ്. സഫൻ്റെ ചില ഭാഗങ്ങൾ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് നിലനിർത്തിക്കണം കേട്ടോ. ആ പാറകളൊക്കെ നമുക്ക് ശരിക്കും കാണാം. സഹി ചെയ്യുമ്പോൾ നമ്മൾ കാര്യമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഈ മുകളിൽ കാണുന്ന പച്ചലൈറ്റ് എത്തുമ്പോൾ നമ്മളെ നടത്തത്തിൻ്റെ സ്പീഡെങ്കിലും കൂട്ടണം. അത്യാവശ്യം ആരോഗ്യമുള്ളവരാണെങ്കിൽ ചെറുതായിട്ട് ഓടും ചെയ്യുക. അല്ലാത്തവരെന്ത് ചെയ്യുക, നടത്തത്തിൻ്റെ സ്പീഡെങ്കിലും ഒന്ന് കൂട്ടണം ഈ പച്ചലൈറ്റ് അവസാനിക്കണ വരെ. തവാഫ് ചെയ്യുമ്പോൾ സഹീനെക്കാട്ടി കുറേ നിബന്ധനകൾ കൂടുതലാണ്. നമ്മൾ തവാഫ് ചെയ്യുമ്പോൾ കഅബനെ തൊടാൻ പാടില്ല. പിന്നെ 7 തവാഫ് പൂർത്തിയാവണ വരെ ഒളു നിർബന്ധമാണ്. സഹി അങ്ങനെ നോക്കുമ്പോൾ ഒന്നും കൂടി സിമ്പിളാണ്. കാരണം ഒളു നിർബന്ധമില്ല. പിന്നെ തിരിഞ്ഞു നോക്കിയാലൊന്നും ബാത്തിലാവില്ല. കാര്യമായിട്ട് ഈ പച്ചലൈറ്റ് വരുമ്പോൾ ഒന്ന് സ്പീഡിൽ നടന്നാൽ മതി. സഹി കഴിഞ്ഞതിന് ശേഷം മറവിയിലൂടെ എക്സിറ്റ് ആവുക. അതിനുശേഷം മുടി മുറിച്ച് തഹല്ലുലാവണം, എന്നാലേ ഉംറ പൂർത്തിയാവുള്ളൂ. ഉംറൻ്റെ മെയിൻ കർമ്മങ്ങൾ തവാഫും സഹി ആണെങ്കിലും മൊത്തം 4 കർമ്മങ്ങളുണ്ട്. അതിലൊന്നാണ് ഇഹ്റാം, പിന്നെ തവാഫ്, പിന്നെ സഹി, പിന്നെ മുടി മുറിച്ച് തഹല്ലുലാവണം. മുടി മുറിച്ചാൽ മതി, മൊട്ടയടിക്കൽ നിർബന്ധമില്ല.